നാളെ പോകാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. സോ എല്ലാവരും ഇന്ന് തന്നെ പാക്ക് ചെയ്യണം. നാളെ മോർണിംഗ് നമുക്ക് പോകേണ്ടതാ. അർണവ് പറഞ്ഞനുസരിച്ച് അവരന്ന് തന്നെ പാക്ക് ചെയ്തു തീർത്തു. രാവിലെയായി. അർണവ് എല്ലാവർക്കും വേണ്ടി താഴെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓരോരുത്തരായി ഇറങ്ങി വരാൻ തുടങ്ങി. എല്ലാവരോടും യാത്ര ചോദിച്ച് അവരെല്ലാവരും ഇറങ്ങി. പുതിയ സ്ഥലത്തേക്ക്, പുതിയ കാഴ്ചപ്പാടിലേക്ക്, പുതിയ ആളുകളുടെ ഇടയിലേക്ക്, പുതിയ കഥയിലേക്ക്. കളിയും ചിരിയുമായിട്ടുള്ള ഇവരുടെ യാത്ര, അല്ലെങ്കിൽ ഇവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് ഇവിടെ നിന്നാണ്. തൃശ്ശൂർ ജില്ലയിലെ ഒരു ഉൾപ്രദേശത്താണ് ഈ സ്ഥലം നിലനിൽക്കുന്നത്. അങ്ങനെ അവർ വരാൻ ഉദ്ദേശിച്ച റിസോർട്ടിലെത്തി. അവരെ വരവേൽക്കാനായിട്ട് മനുവും മറ്റ് സ്റ്റാഫുകളും പുറത്തു നിന്ന് നിൽപ്പുണ്ടായിരുന്നു. അളിയ, നിനക്ക് സുഖല്ലേടാ? ഓ പിന്നെ, അല്ല നിനക്കെങ്ങനെയുണ്ട്? ഈ എസ്റ്റേറ്റ് വാങ്ങിച്ചിട്ട് നല്ല പ്രയോജനമുണ്ടോ? എന്തായാലും സംഗതി കൊള്ളാം, ഏറ്റിട്ടുണ്ട്. ഇപ്പൊ വാങ്ങിച്ചല്ലേ ഉള്ളൂ, സംഗതി ജോറാകുമെന്നാണ് വിശ്വാസം. എന്തായാലും നിങ്ങൾ റൂം കാണിക്കാം. അവർ ഓരോരുത്തരും റൂമിലേക്ക് പോയി. ഫ്രഷായി ഫുഡ് കഴിച്ചു. അർണവും ഋത്തിക്കും ഋഷിയും മീറ്റിങ്ങിനായി പുറത്തോട്ട് പോയി. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം എല്ലാവരും തിരിച്ചു വന്നു. അന്ന് ഈവനിങ് തന്നെ പുറത്തു പോകാമെന്ന് അവരെല്ലാവരും തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ നമ്മളെ 3 പെൺപടകൾക്ക് ബൈക്കിൽ പോകണമെന്നായ ആശ. അർണവ് മനുവിനോട് എന്തൊക്കെയോ പറഞ്ഞ് 3 ബൈക്കുകൾ ഒപ്പിച്ചു. ബൈക്കിൽ പോയാൽ അത്രയ്ക്ക് ഇഷ്ടമാണോ? ഞാൻ ഇതുവരെ ബൈക്കിൽ പോയിട്ടില്ല. എന്നാ ഇനി നൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോവാം. അല്ല, ഇപ്പൊ എവിടേക്കാ പോകണ്ടേ? അറിയില്ല, ഇങ്ങനെ പോവാൻ തോന്നാ. അത് നടക്കൊന്നും തോന്നുന്നില്ല. പെട്രോൾ അല്ലേ, ഇവിടെ ഒന്നും വീട് പോലും ഇല്ല. ബേബി, യു ആർ ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ ടുഡേ. എന്താണ് നിന്റെ ഉദ്ദേശം? പിന്നെ ഐ ആം ഓൾവേസ് ബ്യൂട്ടിഫുൾ, നോട്ട് ടുഡേ. ഓക്കെ? ഓ പുല്ല്, എനിക്ക് എന്തിന്റെ കേടായിരുന്നു? നിനക്ക് എവിടേക്കാ പോണ്ടേ? ഇങ്ങനെ പോവാൻ തോന്നാ. അത് നിന്റെ അപ്പനോട് പറഞ്ഞാൽ മതി. എനിക്കൊന്നും മേല ഇങ്ങനെ ഓടിക്കാൻ. നടുവേദന എടുത്തിട്ട്. നമ്മുടെ ഇഷ ഋഷിയുടെ തോളിൽ ഒരു കടി അങ്ങ് വെച്ചു കൊടുത്തു. ഇഷയുടെ കടി കാരണം ഋഷി ഒന്ന് ഉയർന്നു പൊങ്ങി. പാവം, മിക്കവാറും കേക്ക് എടുക്കേണ്ടി വരും. മനു പറഞ്ഞനുസരിച്ച് അവരവിടെയുള്ള നല്ല സ്ഥലങ്ങളെല്ലാം തന്നെ കറങ്ങാൻ പോയി. എല്ലാം നമ്മളെ ഗൂഗിൾ അമ്മച്ചിയെ നോക്കിയാണ് പോയത്. പക്ഷെ പറയണ്ടല്ലോ, അവസാനം നമ്മളെ ഗൂഗിൾ അമ്മച്ചി ചതിക്കും. അതേപോലെ തന്നെ ഇവിടെ സംഭവിച്ചത്. ഇപ്പം അവർ നിന്ന് നിൽക്കുന്നത് ഒരു ഉൾപ്രദേശത്ത്. പറയുന്നതന്നെ ചുറ്റും എന്താ പറയുക, ഇരുട്ട. പാരാത്രിയായി. അതുപോലെ അപ്പുറത്തും ഇപ്പുറത്തും ഒന്നും ഒരു വീടുമില്ല, ലൈറ്റും ഇല്ല. പറയാനായിട്ടൊരു പൂച്ചക്കുട്ടി പോലും അവിടെ ഇല്ല. അവർ വന്ന് നിന്നപ്പോൾ തന്നെ അവിടെയുള്ള സിഗ്നലും കട്ടായി. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ചുറ്റും അവർ നോക്കിയപ്പം തന്നെ പേടിപ്പിക്കുന്ന രീതിയിൽ ഒരിടിയും വെട്ടി. കൂടെ മിന്നൽ, പിന്നെ പെട്ടെന്നായിരുന്നു മഴ. മഴ കാരണം ഒരു വണ്ടി നിർത്തി ഒരു മരത്തിൻ്റെ താഴെ പോയി നിന്നു. നമ്മുടെ ഇഷയ്ക്കും ഋഷിക്കും നല്ലപോലെ ആണ്, പക്ഷെ അവർ കാണിക്കത്തില്ല, പേടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓ പുല്ല്, സിഗ്നലും കിട്ടുന്നില്ല. ഇനി എങ്ങനെ വിളിക്കും? ഇത് എവിടെയാണെന്ന് ആർക്കറിയാം. മഴയും പെയ്യുന്നു. പണ്ടാരം.
എല്ലാവരും ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഇഷ എന്തോ ലാവണ്യോട് ചോദിക്കാനായി തിരിയുന്നതും ലാവണ്യയുടെ പിറകിൽ എന്തോ കണ്ട് അവൾ നിലവിളിക്കുന്നു. എന്താടി, എന്ത് പറ്റി? എന്തിനാ നീ ഇങ്ങനെ വിളിച്ചു പോകുന്നേ? ഇഷ പിറകിൽ കൈ ചൂണ്ടി കാണിക്കുന്നു. പക്ഷേ അവിടേക്ക് മറ്റുള്ളവർ നോക്കിയപ്പോൾ ഒന്നും തന്നെ കണ്ടില്ലല്ലോ. എടി നിനക്ക് തോന്നുന്നതാ, അവിടെ ഒന്നുമില്ല. പിന്നീട് അവളും അവിടേക്ക് ഒന്നും കൂടി നോക്കിയപ്പോൾ അവളും ഒന്നും കണ്ടില്ല. പിന്നീട് അവളും വിചാരിച്ചു അത് തോന്നിയതാണോ. എന്നാൽ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി അഗ്നി അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവൾക്കും അവിടെ വന്നതിന് ശേഷം എന്തോ മനസ്സിലൊരു സുഖം തോന്നുന്നില്ലായിരുന്നു, എന്തോ വരാൻ പോകുന്നതായിട്ട്. ഋത്തിക്കാണെങ്കിൽ കുറച്ച് ദൂരെയായി കുറച്ച് വെട്ടം കണ്ടു. മറ്റുള്ളവരെ അത് കാണിക്കുകയും ചെയ്തു. അർണവും ഋത്തിക്കും അവിടേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. എന്നാൽ ഇതിനെ അഗ്നി ഇഷയും ലാവണ്യ ഒരേപോലെ എതിർത്തു. പെട്ടെന്നാണ് ലാവണ്യ തലറിഞ്ഞു വീഴുന്നത്. അതോടെ അവിടേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. എടി മതി, നീ കുറെ നേരമായാലും ആലോചിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. വാ നമുക്ക് പോയി കിടക്കാം എന്ന് പറഞ്ഞ് അവൻ അവളെ റൂമിലേക്ക് കൊണ്ടുപോയി. അവർ ഒരുമിച്ച് കിടന്നു. അഗ്നിയുടെ പേടി മനസ്സിലാക്കിയ വിധം അവൻ അവളെ നെഞ്ചോട് ചേർത്ത് കിടത്തി. എന്നാൽ അവളുടെ മനസ്സ് പോയി നിൽക്കുന്നത് ഒരു വീടിന് മുന്നിലായിരുന്നു. ഓ, ഇത് കണ്ടിട്ട് എന്നെ പേടിയാവുന്നു. വാ നമുക്ക് പോവാം. അതെ, എനിക്കും പേടിയാവുന്നു. Shut up. ഞാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ നിങ്ങൾ? ഋത്തിക്ക് ലാവണ്യെ അവിടുത്തെ ഒരു പടിയിലിരുത്തി. ഞാൻ ഇപ്പൊ വരാം. പല പൈപ്പ് എല്ലാം ഉണ്ടോ നോക്കിയിട്ട് വരാം. അണ്ണി, ഞാനും വരുന്നു. നീയും കൂടി പോ, അവരൊറ്റയ്ക്ക് വിടണ്ട. ഞാനോ? അവര് പോയി നോക്കട്ടെ, എനിക്കൊന്നും വയ്യ. നോക്കണ്ട, ഞാൻ പോവാം. അവരങ്ങനെ പൈപ്പ് വല്ലതും ഉണ്ടോ നോക്കാൻ തുടങ്ങി. അധികം നോക്കേണ്ടി വന്നില്ല. അവിടെ അടുത്ത് തന്നെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു. ഞാൻ പോയി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ കയ്യിലിരുന്ന ബോട്ടിൽ വെള്ളം എടുക്കുന്നു. അതുമായി അവരെല്ലാം ഋത്തിക്കിൻ്റെ അടുത്തേക്ക് പോയി. ഈ പോകുന്ന വഴി ഇഷയുടെ കാൽ എന്തിലോ തട്ടി. അതെന്താണെന്നറിയാൻ അവളത് കൈകൊണ്ടെടുത്തു. എന്നാൽ ഇരുട്ടായതുകൊണ്ട് തന്നെ അവൾക്കത് കാണാൻ സാധിച്ചില്ല. ഋഷി തിരിഞ്ഞു നോക്കിയപ്പോൾ ഇഷയെ കാണാനില്ല. അവൻ അവിടേക്ക് അവളെ അന്വേഷിച്ചു പോയി. അവളെന്തോ കയ്യിലെടുത്ത് നിൽക്കുന്നതാണ് അവൻ കണ്ടത്. പക്ഷേ അവനും ഇരുട്ടായതുകൊണ്ട് അത് കാണാൻ സാധിച്ചില്ല. നീ എന്താ ഇവിടെ നിൽക്കുന്നേ? അല്ല, കയ്യിലെന്താ? എന്ന് പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ കയ്യിലേക്ക് അവൻ അവൻ്റെ ഫോണിൽ ടോർച്ചടിപ്പിച്ചു. അപ്പോഴാണ് അവരത് കാണുന്നത്. അവളുടെ കയ്യിലിരിക്കുന്നുണ്ട്. അത് കണ്ടത് രണ്ടുപേരും ഒരേപോലെ പറഞ്ഞു. അതെടുത്ത് കള വേണ്ട, വാ തുറന്ന് നിൽക്കാതെ. അവൾ പെട്ടെന്ന് തന്നെ അതെടുത്ത് കളഞ്ഞു. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ഋത്തിക്കിൻ്റെ അഗ്നിയുടെ അടുത്തേക്ക് ചെന്നു. ഋത്തിക് ലാവണ്യയുടെ മുഖത്ത് വെള്ളം തളിച്ചു. അവൾ മെല്ലെ കണ്ണുകൾ തുറന്നു. നിനക്കിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, ബട്ട് എന്തോ പോലെയുണ്ട്. അഗ്നി ലാവണ്യയുടെ കയ്യിൽ പിടിച്ചു നോക്കി. അഗ്നിയുടെ മുഖത്ത് ചിരി വിടരാൻ തുടങ്ങി. നീ എന്താ ചിരിക്കുന്ന? കാര്യം പറ മോളെ. ചേച്ചി, പീരീഡ്സ് നിന്നിട്ട് എത്ര നാളായി? എന്തോ മനസ്സിലായതുപോലെ അവൾക്ക് അവളുടെ കണ്ണുനീർ അടക്കാൻ കഴിഞ്ഞില്ല. അവിടേക്ക് അർണ വന്നു. അവൻ്റെ പിറകെ മറ്റൊരാൾ. നീ വന്നോ? അല്ല, ഇതാരാ? ആരെന്ന്? ഇരുട്ടിൽ നിന്നും ആ ആൾ വെട്ടമുള്ള സ്ഥലത്തേക്ക് മാറി നിന്നു. പ്രേതം!
ഉണ്ടായിരിക്കും ഋഷിയേട്ടാ. ഇത് ഇവിടുത്തെ ഓണറാ, പേര് മീനാക്ഷി എന്നാ. ആന്റി നമ്മളെ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ അതായിരുന്നു. ഇത് നേരത്തെ പറഞ്ഞിട്ടായിരുന്നു. മനുഷ്യനെ കാറ് പോവുകയും ചെയ്തു. അനങ്ങനെ പറയാനാ, പറയും മുമ്പേ കയറി പോയില്ലേ. എന്തായാലും നിങ്ങൾ അത് വിടാൻ നോക്ക്. അല്ല, ഇവിടെ എന്താ പ്രശ്നം? അറിയില്ലടാ. അഗ്നി ഇവിടെ മുഖത്ത് വെള്ളം ഒഴിച്ചപ്പോഴേക്ക് ബോധം വന്നു. പിന്നെ അഗ്നി ഇവിടെ നോക്കിയിട്ട് പീരീഡ്സിൽ നിന്നിട്ട് എത്ര നാളായിട്ട് ചോദിച്ചു. അപ്പോൾ മുതൽ കരയാൻ തുടങ്ങിയത്. എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ ബുദ്ധിയിൽ തെളിഞ്ഞു വരുന്നത് ലാവണ്യ പീരീഡായിരുന്നു. എന്നിട്ട് അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇഷ ലാവണ്യെ നോക്കി ഞെട്ടി കണ്ണുകൾ കലങ്ങി നിൽക്കുന്നതാണ് അവൻ കാണുന്നത്. അതേപോലെ തന്നെ അർണവിനെ. അതിനാണോ നീ കരയുന്നത്? വേദന ഉണ്ടോ നിനക്ക്? അത് തന്നെ. എടാ നീ നോക്കിയേ എല്ലാവരുടെ മുഖത്ത്. അല്ലേ, നിന്റെ കണ്ണ് എന്താ നിറഞ്ഞിരിക്കുന്നേ? ഇനി ഇവൾക്ക് വല്ല സീരിയസ് അസുഖം വല്ലതുമാണോ? അയ്യോ, എനിക്ക് എന്റെ ഭാര്യ മാത്രം മതി. നിങ്ങൾ എന്തൊരു സ്ത്രീയാണ്. ഭാര്യയ്ക്ക് അസുഖമായി കരയുന്ന ഒരാളോട് കൺഗ്രാറ്റ്സ് പറയേ. ഇതും കൂടെ കേട്ടപ്പോൾ ലാവണ്യക്ക് ദേഷ്യം വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഇഷയുടെ കാര്യം പറയണ്ടല്ലോ. അവൾ ഒറ്റ അടി അങ്ങ് തലക്കിട്ട് കൊടുത്തു. പിന്നെ അവിടെ അടിയോടടിയായിരുന്നു. നിന്റെ തലയ്ക്ക് വല്ല പിന്നാക്കാണോടാ. ചേച്ചി പ്രഗ്നന്റ് ആയി, അതിനാണ് ആന്റി കൺഗ്രാറ്റ്സ് പറഞ്ഞത്. ഹൃത്തിക് കണ്ണും വീഴ്ച നിൽക്കുകയാണ്. എന്നിട്ട് ലാവണ്യെ നോക്കി. അവളെന്നെ തുറച്ചു നോക്കുന്നുണ്ട്. അവനൊരു അളിഞ്ഞ ചിരി പാസായി. എന്നിട്ട് അവളുടെ അടുത്തേക്ക് നീങ്ങി. സോറി ഡി, എനിക്ക് മനസ്സിലായില്ല. ആൻഡ് താങ്ക് യു ഫോർ ഗിവിംഗ് സച്ച് വണ്ടർഫുൾ ഗിഫ്റ്റ് ആൻഡ് ഐ ലവ് യു. ആന്റി, ഞങ്ങൾക്കൊരു കാര്യം പറയണമായിരുന്നു. ഒന്നും പറയണ്ട. അന്നതെല്ലാം കാര്യം എന്നോട് പറഞ്ഞു. എന്തായാലും ഇന്ന് നിങ്ങളിവിടെ കഴിയും. രാത്രിയായില്ലേ, എങ്ങനെ പോവാനാ? നാളെ രാവിലെ വല്ലതും പോവാം. എന്നാൽ എല്ലാവരും മടിച്ചു നിന്നു. അത് മനസ്സിലാക്കിയ മീനാക്ഷി അവരൊരുപാട് നിർബന്ധിച്ചു. അങ്ങനെ അവരകത്ത് കയറി. നിങ്ങൾക്ക് ഏത് റൂം വേണമെങ്കിലും എടുക്കാം. ഞാൻ പോയി നിങ്ങളുടെ ഫുഡിൻ്റെ കാര്യമൊക്കെ നോക്കിയിട്ട് വരാം. ഓരോരുത്തരും റൂം നോക്കാൻ തുടങ്ങി. അഗ്നി ഒരു റൂമിൻ്റെ മുന്നിലെത്തിയപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത ആദി തോന്നി. അവൾ ആരോ വിളിക്കുന്നത് പോലെ.